ഹലോ ഗായ്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ സൺഡേ ഒക്കെ ആയിട്ട് അമ്പലത്തിലേക്ക് വന്നതാണ് കേട്ടോ. നമ്മൾ വിരുന്നുകാരായിട്ട് നമ്മുടെ ചേച്ചി അളിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോക്ഷത്തമ്പലം കുറേ പേരൊക്കെ അറിയുമായിരിക്കും, പ്ലാപ്പറ്റ മോക്ഷത്തമ്പലം അവിടെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ വന്നപ്പോൾ കുറച്ച് വഴിപാടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതുണ്ടോ, ഇത് അവിടുത്തെ കണ്ടൊരു കാഴ്ചയാണ്. നമ്മുടെ നിപ്പുള്ള സമയമാണെങ്കിലും ഒരുപാട് വവ്വാൽസൊക്കെ അവിടെ തൂങ്ങി കിടക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ റൗണ്ട് നടന്നു പോകാനൊക്കെ ഭയങ്കര അടിപൊളി ഒരു വ്യൂ ഒക്കെയാണ് കേട്ടോ. സൂപ്പർ വ്യൂ ആണ്. അമ്പലത്തിൻ്റെ പുറത്തുള്ളൊരു ചുറ്റുന്ന സ്ഥലമാണ് കേട്ടത്. ഞങ്ങളിവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ചേച്ചിയുണ്ട്, വൈഫ്. അപ്പോൾ ഞങ്ങളിങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ റൗണ്ട് അടിച്ചു. പിന്നെ അവിടെ ഫുഡുണ്ട്, എല്ലാ ദിവസവും അവിടെ ഭക്ഷണം അന്നദാനമുണ്ട്. അപ്പോൾ ഞങ്ങളവിടെ നിന്ന് ഇഡ്ഡലി കഴിച്ചു. ഇതാണ് നമ്മുടെ ചേച്ചിയുടെ വലുത് ചെറുത് എല്ലാവരും ഉണ്ട്. പിന്നെ ഇവിടെ മെയിനായിട്ട് നമ്മുടെ ഈ നക്ഷത്രം വെച്ച് നമ്മുടെ നക്ഷത്രക്കാർക്ക് ഓരോരോ മരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മരങ്ങൾക്ക് നമുക്ക് വെള്ളം ഒഴിക്കുക, അങ്ങനത്തെ കുറച്ച് ആചാര പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ നമ്മുടെ കോങ്ങാടുള്ളൊരു ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട്. കുറേ പേരൊക്കെ കേട്ടിട്ടുണ്ടാവും, വന്നിട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോൾ ഞങ്ങൾ നേരെ അമ്പലത്തിൽ നിന്ന് നേരെ ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. അപ്പോൾ പിള്ളേരുടെ ഊഞ്ഞാലൊക്കെ ആടി കളിക്കുകയാണ്. അവിടെ പറഞ്ഞാൽ തിരക്കൊന്നുമില്ല. ഞങ്ങൾ വന്ന് ഒരു ഉച്ച സമയത്തൊക്കെ ആയിരുന്നു, അതുകൊണ്ട് തിരക്കൊന്നുമില്ലാത്ത. വൈകുന്നേരത്തൊക്കെ ആണെങ്കിൽ നല്ല വ്യൂ ആയിരിക്കും. പിന്നെ വരുന്ന വഴിക്ക് നല്ല മഴയായിരുന്നു. മഴ കൊണ്ടും ഇവിടെ ആൾക്കാരെ കുറവാണ്. ഇവിടെ നമ്മൾ പിള്ളേർക്ക് കളിക്കാനുള്ള സാധനങ്ങളാട്ടോ ഏറ്റവും കൂടുതലുള്ളത്. നമുക്ക് വലിയ ആൾക്കാർക്ക് അങ്ങനെ പോയിട്ട് അങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റിയുള്ള പരിപാടികളൊക്കെ കുറവാണ്. പക്ഷെ എന്നാലും ഇവിടെ സൈക്ലിങ്, പിന്നെ മറ്റേ ഇങ്ങനെ കറങ്ങുന്ന അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് അവിടെ നിന്ന് കണ്ടൊരു പൂച്ചക്കുട്ടിയാണ്. ഞങ്ങൾ ഐസ്ക്രീമൊക്കെ മേടിച്ചപ്പോൾ കഴിക്കാൻ കിട്ടുമെന്ന് വല്ലതും കിട്ടും നോക്കി വന്നിരിക്കുകയാണ്. കുറേ കരഞ്ഞു, പിന്നെ ഐസ്ക്രീം കൊടുത്തു. പിന്നെ അത് ഞങ്ങൾ നേരെ ഞങ്ങൾ വളരും എല്ലാവരും കൂടി ഞങ്ങൾ നമ്മുടെ ഷാപ്പിലേക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു കേട്ടോ. ഷാപ്പിലേക്ക് ഫുഡ് അവിടെ അടിപൊളി ഫുഡാണ് അവിടെ മെയിൻ. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ വന്നു. പിന്നെ കുറേ സാധനങ്ങളൊക്കെ നമ്മൾ ഓർഡർ ചെയ്ത് അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ അട്ടപ്പാടിക്ക് ചെറിയൊരു ട്രിപ്പ് വാങ്ങിച്ചു. ഇത് ഞാൻ ഞെട്ടിയതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളവിൽ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പെട്ടെന്ന് വളവിൽ വണ്ടിയിൽ വെട്ടിച്ചപ്പോൾ ഗ്ലാസ്സിനുള്ള ഉള്ളുകൾ പുറത്തേക്ക് പോകേണ്ടായിരുന്നു. ജസ്റ്റ് ഒന്നും സംഭവിച്ചില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നേരെ അട്ടപ്പാടി ചുരത്തിൽ നമ്മുടെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി അങ്ങനെ വന്നതാണ്. അപ്പോൾ പോണ വഴിക്ക് നമുക്ക് ചെറിയ ചെറിയ അരുവികളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും നമുക്ക്. ഇതാണ് നമ്മുടെ സ്ഥിരം സ്പോട്ട്. എല്ലാവരും വന്നിട്ട് ഇവിടെ ഇതിൻ്റെ ചുവടിൽ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കും. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിൽ നിന്ന് ഇതുണ്ടോ, നല്ലൊരു അടിപൊളി വ്യൂ ആണ്. മുകളിൽ നല്ല ഇങ്ങനെ വെള്ളം ഇങ്ങനെ അരുവി പോലെ ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്ന ഒരു അടിപൊളി കാഴ്ചയാണ്. കൂടാതെ അവിടെ കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം നിന്ന് അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് ആസ്വദിച്ച് കുറച്ച് 2-3 ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ ഞങ്ങൾ നേരെ എന്ത് ചെയ്തു, അടുത്ത ലൊക്കേഷനിലേക്ക് തിരിച്ചു. പിന്നെ അടുത്ത ലൊക്കേഷനിൽ പോണ വഴിക്ക് ഇതേപോലെ തന്നെ ചെറിയ ചെറിയ വാട്ടർഫാൾസ് ഉണ്ട്. പിന്നെ നമ്മൾ എല്ലാവരും ഒരു മെയിൻ വ്യൂ പോയിൻ്റായ പത്താം വളവാണ് തോന്നുന്നു. അപ്പോൾ അവിടെ കുറേ പെയിൻറ്റിങ്സൊക്കെ കാര്യങ്ങളൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഇതിനിടയിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ KSRTC അത് വളഞ്ഞ് വരികയാണ്. അപ്പോൾ നമ്മൾ വണ്ടിയിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ഒതുക്കി കൊടുത്തിരിക്കുക. ആ കുട്ടിയാണോ അതിൻ്റെ സൈഡിൽ കൂടെയൊക്കെ വരുന്നത്. ഇവിടെ കുറേ കുരങ്ങന്മാരൊക്കെ ഉണ്ട് കേട്ടോ. കുരങ്ങന്മാർ ഇവിടെ ഈ പത്താം വളവിലാണ് ഏറ്റവും കൂടുതൽ കുരങ്ങന്മാരൊക്കെ നമ്മളിങ്ങനെ കാണാം. ഇവിടെ ഇതാണ് കുട്ടി, അമ്മ, തള്ള എല്ലാവരും ഉണ്ട്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നത് ഇതുണ്ടോ. ഞാനൊരു ഓരോരുത്തരുടെ ഫോട്ടോസൊക്കെ എടുക്കുന്നു. ചെറിയ 2 കുരങ്ങുട്ടികളൊക്കെ ഇരിക്കുകയാണല്ലേ. പിന്നെ ഇവരിങ്ങനെ കുരങ്ങുട്ടികൾ എന്തൊക്കെയോ കഴിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് ഇവിടെ. അവർക്ക് പിന്നെ ഇവിടെ കഴിക്കാൻ ഇവിടെ കുറച്ച് കടകളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ അവിടെ ആരെങ്കിലുമൊക്കെ മേടിച്ചിട്ട് കൊടുക്കും. അപ്പോൾ ഞങ്ങൾ കുറേ കുരങ്ങന്മാരെ ഫോട്ടോ എടുത്തു. ഇത് നമ്മുടെ പത്താം വളവിൽ നിന്നുള്ളൊരു അടിപൊളി വ്യൂ കേട്ടോ. ഇത് ആക്ച്വലി ഞാൻ നമ്മുടെ റീൽസിലൊക്കെ ഇടാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുത്തതാണ്. അതാണ് നിങ്ങൾക്ക് കാണുന്നതിൽ ചില വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ ജസ്റ്റ് സ്ട്രെയിറ്റ് ആയിട്ടിരിക്കും, ഫുൾ സ്ക്രീൻ ഉണ്ടാവില്ല. ഇതുണ്ടോ ഒരു കുരങ്ങൻ ആളുടെ ഒരു പോർട്രേറ്റ് ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ടിരുന്നതാണ്. ഇത് നമ്മൾ ഫസ്റ്റ് വരുന്ന വളവിൽ കണ്ടില്ലേ, അവിടെ പെയിൻറ്റിങ്സ് നഞ്ചിയമ്മ അത് അട്ടപ്പാടി എന്ന് പറഞ്ഞിട്ട് അത് സൂപ്പർ പെയിൻറ്റിങ്സ് കേട്ടോ. ഞങ്ങൾ അവിടെ പോയിട്ട് കണ്ടു, ഫോട്ടോസൊക്കെ എടുത്തു. നമ്മൾ എല്ലാവരും നമ്മുടെ റീൽസൊക്കെ ഇടില്ലേ, ഈ KSRTC ഒക്കെ കയറി വരുന്നൊരു വളവ് അടിപൊളി ഒരു വ്യൂ ആയിട്ട് അത് ഇതാണ് കേട്ടോ. ഇതാണ് എല്ലാവരും നമ്മുടെ റീൽസിൽ എല്ലാവരും കാണാറുള്ള ഒരു അട്ടപ്പാടി ഇതൊരു പ്രധാന വ്യൂ. അപ്പോൾ ഇന്നിപ്പോൾ സൺഡേ ഒക്കെ ആയതുകൊണ്ട് അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പിന്നെ ഇവിടെ കുറച്ച് കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് എന്ത് ചെയ്തു, പിന്നെ അടുത്തൊരു ലൊക്കേഷനിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് നേരെ അടുത്ത ലൊക്കേഷനിൽ പോയി. ആ പോകുന്ന കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ മുകളിൽ കയറുന്നവരും നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ മഴയൊക്കെ ഉണ്ടെന്ന് ചെറിയൊരു മഴച്ചാറ്റിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ചും കൂടി നല്ല മുകളിലേക്ക് പോയി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് ജെല്ലിപ്പാറ എന്ന് പറഞ്ഞ സ്ഥലമാണ്. അത് നമ്മൾ അട്ടപ്പാടിയിൽ നിന്ന് കുറച്ച് അങ്ങോട്ട് പോകാനുണ്ട്, കുറച്ച് ലോങ്ങാണ്. ഇതായത് കാണുന്നുണ്ടോ. അപ്പോൾ അവിടെ ഞങ്ങൾ പോയപ്പോൾ അവിടെ ആന ഇതുണ്ടോ, അതൊക്കെ ആന വന്നതിൻ്റെ പാടാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് മുകളിലേക്ക് പോകാൻ പറ്റിയില്ല. പക്ഷേ മുകളിൽ നല്ലൊരു വ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ ആനയെല്ലാം നശിപ്പിച്ചു ഗായ്സ്. അപ്പോൾ ഞങ്ങൾ
നേരെ എന്ത് ചെയ്തു, ആ ട്രിപ്പ് ക്യാൻസൽ ചെയ്ത് നേരെ തിരിച്ചു കേട്ടോ. അപ്പോൾ വരുമ്പോൾ ഉള്ള കുറച്ച് കാഴ്ചകളൊക്കെയാണ്. പിന്നെ ഞങ്ങൾ വീടെത്തിയപ്പോൾ കുറച്ച് ലേറ്റായി. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.